അങ്ങനെ ഞാൻ സിനിമ കാണത്തില്ലെന്നുള്ള ആരും അറിയാൻ പാടില്ല. ആ 10 രൂപ കൊല്ലമായി സിനിമ. ഞങ്ങൾ കൂട്ടായ്മയോടുകൂടി എൻ്റെ പെങ്ങളും ജ്യേഷ്ഠനും ഞാനൊക്കെ സിനിമ കണ്ടുകൊണ്ടിരുന്ന എല്ലാ സിനിമയും ഇടുക്കി ഗിരിലാൻഡ് തിയേറ്റർ, തടിയമ്പാട് അശോക തിയേറ്റർ, കട്ടപ്പന സാഗരയിൽ 1 പ്രാവശ്യമോ 2 പ്രാവശ്യം കൊണ്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ കൂട്ടുകാർ കൂടി വന്നേക്കണം. സാഗര എന്ന് പറയുന്ന തിയേറ്റർ ഉണ്ടായിരുന്നു അവിടെ. അപ്പം അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായി. അപ്പോൾ അതിൽ പെങ്ങളെ കല്യാണം കഴിച്ചു വിട്ട് കൂട്ടായ്മ പൊട്ടിയപ്പം അവിടെ നിർത്തി. നമ്മൾ അഭിനയിച്ച സിനിമ നമുക്ക് കാണണമെന്ന് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ കണ്ടോന്ന് തോന്നാറില്ല. ഞാൻ ചെയ്തില്ല, ഞാൻ കണ്ടില്ല. ഞാൻ ചെയ്തോണ്ടിരുന്നപ്പോൾ കണ്ടു. ഞാനത് വർക്ക് ചെയ്തോണ്ടിരുന്നപ്പോൾ അതിൻ്റെ എല്ലാം കണ്ടെന്ന്. ഞാൻ വേറെ വീട്ടിൽ അത് അങ്ങനെ വലിയ വാശി വൈരാഗ്യമൊന്നുമില്ല. നമ്മൾ ഒരു നമ്മൾ കടലിൽ പോയി കഴിഞ്ഞാൽ ഛർദ്ദിക്കും എന്ന് പറയില്ല. ട്രെയിൻ ഇഷ്ടപ്പെടാത്തവരുണ്ട്, ബസ്സൊക്കെ കയറിയത്. ആ തിയേറ്ററിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കൊരു മൊത്തത്തിൽ പഴയ കാര്യമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ തോന്നും. കാണണ്ട, ഇറങ്ങിപ്പോവാം അങ്ങനെ തോന്നൽ വന്നിട്ട് നമ്മൾ അപ്പോൾ അങ്ങനെ കാണില്ല. അതേ ഉള്ളൂ. വാർത്തയാണ് എൻ്റെ ഏറ്റവും ക്രൈസ് എന്ന് പറഞ്ഞാൽ. 10-13 ചാനൽ കാണും വാർത്ത. പിന്നെ സ്പോർട്സിൽ ഏറ്റവും ഇഷ്ടം ക്രിക്കറ്റ്. അത് കഴിഞ്ഞാൽ തൊട്ട് താഴെ ഫുട്ബോൾ. ക്രിക്കറ്റിൽ ഏറ്റവും ഇഷ്ടമുള്ള എല്ലാവരും. പിന്നെ എനിക്ക് എല്ലാ രാജ്യക്കാരുടെ കളിയും എനിക്ക് ഇഷ്ടമാണ്. പിന്നെ വാർത്ത ഏത് ചാനലിലെ ഏത് വാർത്താക്കാരെ അറിയേണ്ടത് ഇൻ റിപ്പോർട്ടർ വരെ അറിയും. റിപ്പോർട്ടർ അല്ല കേട്ടോ, അതിൽ ഇൻ റിപ്പോർട്ടറല്ലേ, അതുവരെ ഒരേ ജില്ലയിൽ നമ്മൾ പറയും. നമ്മൾ ആരാധകരും ഒക്കെ അവരുടെ. ഇപ്പം റിപ്പോർട്ടർ ചാനൽ അത് ശരിക്കും ഞാൻ പറഞ്ഞാൽ ഞാൻ 24 ചാനലാണ് കാണുന്നത്. ഇപ്പം 24ഉം റിപ്പോർട്ടറും ഒന്നിച്ചിരി മാറ്റി മറിച്ചും കാണും. നികേഷ് സാറിൻ്റെ ഒരു ഫ്രണ്ടാണ്. പിന്നെ ശ്രീകണ്ഠൻ സാർ നേരത്തെ പണ്ടോട്ട് നമുക്ക് ഫ്രണ്ടാണ്. അപ്പം ആ ചാനൽ കാണും, ഇതും കാണും. രണ്ടിനും 2 സംഭവങ്ങളാണ്. അപ്പുറത്ത് വേറൊരു രീതിയിൽ കൂടെ അങ്ങനെ ജനഹൃദയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരിപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയിട്ട് ഒരു വേറെ രീതിയിൽ ഡിബേറ്റൊക്കെ വെച്ചിട്ട് 4 പേര് 5 പേര് കൂട്ടിയിട്ട് അതിനപ്പം തന്നെ മാർക്കിടുന്ന പരിപാടി കണ്ടോ? മോള് കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് അത് കാണണം. അങ്ങനത്തെ അത് ഇന്നത്തെ കാര്യങ്ങൾ അറിയണമെന്ന്. നമ്മൾ ഞാൻ സിനിമയെ അഭിനയിച്ച് കുറച്ച് കാശും മേടിച്ച് എൻ്റെ പിള്ളേർക്ക് അരിയും മേടിച്ച് ആഹാരം മേടിച്ച് കൊടുത്തിട്ട് കാര്യമില്ല. മോൾ ഇത് ജോലി എടുത്തിട്ട് മോളൊരു ശമ്പളം മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി. ഇതല്ല, നമ്മൾ പൊതുവായിട്ട് ഇന്ന് ലോകത്ത് നടക്കുന്നത് തന്നെ നമ്മൾ ഇസ്രായേലിലും പാലസ്തീനിലും ഒക്കെ നടക്കുന്നത്.